ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തിനെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന വിഷയമാണ് നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ സംസാരിക്കുന്നത്. ഈ പ്ലേലിസ്റ്റിൽ മുമ്പുള്ള വീഡിയോകളിൽ വിശദീകരിച്ച കാര്യങ്ങളെ ക്രോഡീകരിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നനാകുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സമ്പത്ത് എന്നത് ഒരു ചിഹ്നം മാത്രമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ പണം അല്ലെങ്കിൽ ധനം, സമ്പത്ത് എന്നതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ഇവിടെ വളരെ മികച്ചൊരു ജീവിതം നയിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെ വിശദീകരണങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തത്വങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ നന്നായി അറിയാം. അതുകൊണ്ട് ഏത് രൂപത്തിലായാലും സമ്പത്ത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുക. സമ്പത്തിനെ വെറുപ്പോട് വിമർശിക്കുന്ന ആളുകളായി മാറുന്നത് നിങ്ങൾക്ക് ഉചിതമല്ല. കാരണം സമ്പത്തിനെ വെറുക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾക്ക് ചിലവഴിച്ചു കൂട്ടാൻ മാത്രം പണം തികയുകയും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് പണം തികയാതിരിക്കുകയും ചെയ്യുന്നു. സമ്പത്തിനെ നമുക്ക് കടലിലുള്ള തിരമാലകളായി ഉപമിക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിന് എല്ലായ്പ്പോഴും സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. കടൽ തീരത്തേക്കുള്ള തിരമാലയുടെ വരവും ഇറക്കവും സ്ഥിരമാണ്. വേലിയിറക്കത്തിന് ശേഷം തിരമാല ഉൾവലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് തീർച്ചയായും മടങ്ങി വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പില്ലേ? അതുപോലെ സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് കുറവാണെങ്കിൽ അടുത്ത സമയത്ത് കയറി വരും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുള്ളിലുണ്ടാകണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ സമ്പത്തിന്റെ ആശയത്തെ നട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെയോ അല്ലാതെയോ ധനം ഒഴുകി എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമ്പന്നർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ധനികനാകുക എന്നത് അവകാശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ അവകാശത്തെ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഗാധ മനസ്സ് നിങ്ങളുടെ അവകാശ പ്രഖ്യാപനത്തെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ചിലവാക്കാതെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. വിത്തുകളെ നട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിളവിനെ കൊയ്യാൻ സാധിക്കൂ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും ആദർശങ്ങളിലേക്കും പ്രവർത്തന മേഖലയിലേക്കുമെല്ലാം ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരികയുള്ളൂ. ഉപബോധ മനസ്സിൽ സമ്പത്തിന്റെ ആശയത്തെ നിറയ്ക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. അങ്ങനെ സമ്പത്തിന്റെ ആശയത്തെ നിറച്ച ഉപബോധ മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിലൂടെയും നിങ്ങൾക്ക് സമ്പത്തിനെ നേടിയെടുക്കാൻ സാധിക്കും. സമ്പത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ പണം സമ്പാദിക്കുക എന്നത് ഒരേ ഒരു ലക്ഷ്യമാക്കി മാറ്റരുത്. ജീവിതത്തിൽ സന്തോഷം, ധനം, സമാധാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതുണ്ട്. സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമാധാനത്തെ നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. സമ്പത്തിനെ നഷ്ടപ്പെടുമെന്നോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു രോഗത്തെ വളർത്തുകയാണ്. സമ്പത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ് എന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതി വ്യാകുലപ്പെടരുത്. മറിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നും ബുദ്ധിപരമായ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പത്തിനെ ചിലവഴിക്കേണ്ടി വരുന്നുള്ളൂ എന്ന് കരുതി സമാശ്വസിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതേസമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടുള്ള സമ്പത്ത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ള അഭേദ്യമായ വിശ്വാസവും വേണം. സമ്പന്നനാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനെ പോലെ ജീവിക്കാൻ പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു സമ്പന്നന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ ആ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റും മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പഠനങ്ങളും നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ സമ്പൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ദൃശ്യവൽക്കരണം, അഫർമേഷനുകൾ തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ സമ്പത്തിന്റെ ആശയത്തെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയോടുകൂടെ നമ്മുടെ പ്ലേലിസ്റ്റ് അവസാനിക്കുകയാണ്. ഇതിനുശേഷം സമ്പത്തിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപബോധ മനസ്സിനോട് സംസാരിക്കുവാനുള്ള അഫർമേഷനുകളെ തിരഞ്ഞെടുത്ത വളരെ കൃത്യമായ വ്യക്തമായ രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയുടെ തുടക്കത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോയെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.
അഫർമേഷനുകളിൽ ഒന്ന് ഇതാണ്: ഞാൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. സമ്പത്തിനെ സൃഷ്ടിപരമായും ബുദ്ധിപരമായും നീതിപൂർവമായും ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെയാണ് പണം ചിലവഴിക്കുന്നത്. അത് 1000 ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ച് മടങ്ങി വരികയും ചെയ്യും. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തെ നേടിയെടുത്തതിന് ശേഷമുള്ള നിങ്ങളുടെ അവസ്ഥ, ആ അവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ചിത്രത്തെ മാനസികമായി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനായി നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നതാണ്. ഇതിന് കാരണം നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായും ചിത്രങ്ങളായതുകൊണ്ടാണ്. ദൃശ്യവൽക്കരണവും അഫർമേഷനുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സമ്പന്നനാകുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു അഫർമേഷൻ വീഡിയോയാണ് ഇനി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ തീർച്ചയായും കാണാനും ഉപയോഗപ്രദമാക്കാനും നിങ്ങൾ മറക്കില്ലെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടെ ഈ പ്ലേലിസ്റ്റിന് പരിസമാപ്തിയും കുറിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത പ്ലേലിസ്റ്റ് ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തീർച്ചയായും ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ധാരാളം അത്ഭുതങ്ങളെയും അതുപോലെ തന്നെ ഉപബോധ മനസ്സിനെ കൃത്യമായി ഉറക്കത്തിലൂടെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാമാണ് ആ പ്ലേലിസ്റ്റിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ പ്ലേലിസ്റ്റുമായി വരുന്നതുവരെ പ്രതീക്ഷയോടെ നിങ്ങൾ